ഹായ്, ഞാൻ അദീപ്. റിയൽമി 3 പ്രോയ്ക്ക് ശേഷം റിയൽമി അവരുടെ പുതിയ സീരീസ് സ്മാർട്ട് ഫോൺ പുറത്തിറക്കി. റിയൽമി 5 പ്രോ. നമ്മളിന്ന് റിയൽമി 5ൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് റിയൽമി 5 വരുന്ന ബോക്സ്. ഇതിൻ്റെ മേലെയായിട്ട് റിയൽമി 5 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി, കോഡ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഹൈലൈറ്റഡ് ഫീച്ചർ. പിന്നെ ബോക്സിൻ്റെ രണ്ട് സൈഡിലായിട്ടും റിയൽമി 5ൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും പിന്നെ ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ബോക്സിലെ MRP എന്ന് പറയുന്നത് 19,999 രൂപയാണ്. ശരിക്കും ഓൺലൈനിൽ അത്ര പ്രൈസ് ഇല്ല. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഉള്ളിലൊരു ചെറിയ ബോക്സാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് വാറൻറ്റി കാർഡും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു TPU കേസും റിയൽമി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ റിയൽമീൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ റിയൽമി 5 പ്രോയ്ക്ക് ഫോൺ കേസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൈസ് വരുന്നത് 399 രൂപയാണ്. അടുത്തായിട്ടുള്ളത് നമ്മളെ ഫോണാണ്. അപ്പോൾ നമ്മൾ ഫോണിലെ പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് മാറ്റി വെക്കാം. ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഒരു 5 വാട്ട് 2 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ക്വിക്ക് ചാർജ് 3.0 ഇതിൽ സപ്പോർട്ടഡ് അല്ല. പിന്നെ ഒരു മൈക്രോ USB കേബിളാണ് കൊടുത്തിരിക്കുന്നത്. C ടൈപ്പ് കേബിൾ അല്ല, നോർമൽ മൈക്രോ USB കേബിളാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഒരു സിം ഇജക്ടർ പിന്നുമുണ്ട്. എൻ്റെ കയ്യിലുള്ളത് 4GB 64GB ക്രിസ്റ്റൽ ബ്ലൂ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 10,999 രൂപയാണ്. പിന്നെ നമുക്കിതിൻ്റെ ഡിസൈനിനെ കുറിച്ച് നോക്കാം. ഫോണിൻ്റെ താഴ്ഭാഗത്തായിട്ട് മൈക്രോ USB പോർട്ട്, സ്പീക്കർ, പ്രൈമറി മൈക്രോഫോൺ, പിന്നെ 3.5mm ഹെഡ്ഫോൺ ജാക്കുമാണ് നൽകിയിരിക്കുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വോളിയം ബട്ടണും ട്രിപ്പിൾ കാർഡ് ട്രേയും വരുന്നത്. ഡ്യുവൽ നാനോ സിമിൻ്റെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് വരുന്നത്. 256GB വരെ സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കും. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടൺ വരുന്നത്. ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ റിയൽമി 5 പ്രോയിൽ വരുന്നത് പോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇതിൽ നൽകിയിട്ടില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഗ്ലാസ് ബിൽഡാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 89% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. 60 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. റിയൽമി 5 പ്രോയിനേക്കാളും ലാർജാണ് റിയൽമി 5ൻ്റെ ഡിസ്പ്ലേ. റിയൽമി 5 പ്രോയിൽ 6.3 ഇഞ്ച് ഫുൾ HD പാനലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ നോച്ച് പ്രീവിയസ് ജനറേഷൻ ഫോണിനേക്കാളും 30.9% ചെറുതാണ് റിയൽമി 5ൻ്റെ നോച്ച്. പിന്നെ ഇതിൽ നൈറ്റ് മോഡും ഉണ്ട്. കോർണിംഗ് കൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 5000 mAhൻ്റെ നോൺ റിമൂവബിൾ ബാറ്ററിയാണ് റിയൽമി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വിത്ത് ബാറ്ററി 198 gram ആണ് വരുന്നത്. ഹൈറ്റ് 164.4 mm, വിഡ്ത്ത് 75.6 mm, ഡെപ്ത്ത് 9.3 mm ആണ് വരുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. പിന്നെ ഇതിൽ 12 MB മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. f1.8 അപ്പച്ചറിലാണ് വരുന്നത്. ഇതിലെടുത്ത ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ക്യാമറയിൽ എടുത്തു പറഞ്ഞ 2 മോഡാണ്, ക്രോമ ബൂസ്റ്റും നൈറ്റ് മോഡും. നമ്മൾ നോർമൽ മോഡിൽ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കളർ എഫക്റ്റ് ക്രോമ ബൂസ്റ്റിൽ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോർമൽ മോഡിലും ക്രോമ ബൂസ്റ്റ് മോഡിലും എടുത്ത ഫോട്ടോസാണ്.
പിന്നെ അടുത്തത് ഇതിൻ്റെ നൈറ്റ് മോഡ്. ഇത് റെഗുലർ മോഡിലും നൈറ്റ് മോഡിലും എടുത്ത ഫോട്ടോസാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അടുത്തത് പറയുന്നത് 8 MB 190 ഡിഗ്രി അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. f2.5 ആണ് ഇതിൻ്റെ അപ്പച്ചർ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നോർമൽ മോഡിൽ എടുത്ത ഫോട്ടോയും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിലും എടുത്ത ഫോട്ടോയുമാണ്. പിന്നെ അടുത്തതായിട്ട് 2 MB പോർട്രേറ്റ് ക്യാമറയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 MB മാക്രോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ക്യാമറയാണ് ബാക്ക് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ വീഡിയോ കുറിച്ച് പറയുകയാണെങ്കിൽ 4K 1080p വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 60 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലില്ല. ഫ്യൂച്ചർ അപ്ഡേറ്റ്സിൽ ഈ ഓപ്ഷൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിലെ സ്ലോ മോഷൻ വീഡിയോ 120 ഫ്രെയിം പെർ സെക്കൻഡിലും 240 ഫ്രെയിം പെർ സെക്കൻഡിലും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ EIS സപ്പോർട്ടും ഉണ്ട്. ഫ്രണ്ട് ക്യാമറ 13 മെഗാ പിക്സലാണ് വരുന്നത്. f2.0 ആണ് ഇതിൻ്റെ അപ്പച്ചർ. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് Qualcomm Snapdragon 665 ഒക്ടാ-കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 11 നാനോമീറ്റർ ടെക്നോളജിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. Snapdragon 665 പ്രോസസ്സറോട് കൂടി വരുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Realme 5. MI A3യിലും സെയിം പ്രോസസ്സറാണ് വരുന്നത്. MI A3 ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ദിവസം മുന്നാണ് Realme 5 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ GPU എന്ന് പറയുന്നത് Adreno 610 ആണ്. ഇതിൽ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് Android 9 Pie ആണ് ഇതിൽ വരുന്നത്. Realme എഡിഷൻ ColorOS 6 ആണ് ഇതിലെ യൂസർ ഇൻ്റർഫേസ്. ഓപ്പോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം UI ആണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ആഡ്സ് ഒന്നും വരില്ല എന്നാണ് Realme പറയുന്നത്. Realme 5 ഒരു സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് ഫോണാണ്. IP റേറ്റിംഗ് ഒന്നും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. റെഡ്മി ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ വാട്ടർ റെസിസ്റ്റൻറ്റ് കോട്ടിംഗ് ആണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഫോൺ വാട്ടർ പ്രൂഫ് ആണെങ്കിൽ പോലും വാട്ടർ ഡാമേജിന് വാറൻറ്റി ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, നന്നായിരിക്കും. പിന്നെ ഇതിൽ വരുന്ന സെൻസർ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ സെൻസർ, ലൈറ്റ് സെൻസർ, പ്രോക്സിമിറ്റി സെൻസർ, ഗൈറോമീറ്റർ, ആക്സലറേഷൻ സെൻസർ. പിന്നെ ഇതിൽ IR ബ്ലാസ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതൊരു നെഗറ്റീവ് ആണെന്ന് ചോദിച്ചാൽ ഒരു അത്യാവശ്യം വേണ്ട ഒരു സെൻസർ തന്നെയാണ് IR ബ്ലാസ്റ്റർ. റിയൽമീൻ്റെ ഒരു ഫോണിലും IR ബ്ലാസ്റ്റർ അങ്ങനെ കണ്ടുവരാറില്ല. പക്ഷേ റെഡ്മി എല്ലാ ഫോണുകളിലും IR ബ്ലാസ്റ്റർ കൊടുക്കാറുണ്ട്. പിന്നെ IR ബ്ലാസ്റ്ററിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ തന്നെ റിമോട്ട് കൺട്രോൾ ചെയ്യാം. TV, AC പോലുള്ള ഉപകരണങ്ങളൊക്കെ അതിൻ്റെ റിമോട്ട് കയ്യിലില്ലെങ്കിൽ പോലും ഫോൺ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫോൺ ഇടാൻ പറ്റുന്ന സെക്യൂരിറ്റി ലോക്ക് എന്ന് പറയുന്നത് ഫേസ് ലോക്ക് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ഉണ്ട്, പിന്നെ പാസ്വേഡ് ഉണ്ട്. പക്ഷേ ഇതിൽ പാറ്റേൺ ഇടാൻ സാധിക്കില്ല. പാറ്റേൺ ഇടണം എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം. റിയൽമിയിലും ഓപ്പോയിലും ഒന്നും ഡീഫാൾട്ടായിട്ട് പാറ്റേൺ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല. പിന്നെ ഇതിലെ ഫേസ് ലോക്കും ഫിംഗർ പ്രിൻറ്റ് സെൻസറും നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ലാഗും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3GB 32GB വേരിയൻറ്റിന് 9999 രൂപയും 4GB 64GB വേരിയൻറ്റിന് 10999 രൂപയും 4GB 128GB വേരിയൻറ്റിന് 11999 രൂപയുമാണ് വരുന്നത്. ഈ 3 വേരിയൻറ്റുകൾ തമ്മിൽ 1000 രൂപയുടെ ഡിഫറൻ്റാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബ്ലൂവും ക്രിസ്റ്റൽ പർപ്പിൾ വേരിയൻറ്റുമാണ് വരുന്നത്. ഫോണിന് 1 ഇയർ വാറൻറ്റിയും ആക്സസറീസിന് 6 മന്ത് വാറൻറ്റിയുമാണ് വരുന്നത്. അപ്പോൾ ഈ ഫോണിനെ കുറിച്ച് വേറെ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം.